മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നിയേക്ക് വിളിച്ച് പറയുമായിരുന്നു അന്ന്. മേ ബി നമുക്ക് ലൈഫാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ടു, അനന്തുവിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തുവിനോടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഞാനത് തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിൽ എല്ലാവർക്കും നമസ്കാരം. കൊള്ളാം, എല്ലാം അടിപൊളി. രണ്ടുപേരും കൂടെ ഒന്നായിരിക്കുകയാണ്. സിജോയും ആനന്ദവും തമ്മിൽ ഒന്നായിരിക്കുന്നു. അവർ തമ്മിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ അടിയായിരുന്നു. ഒരാൾ പിതൃത്വത്തെക്കുറിച്ച് പറയുന്നു, മറ്റൊരാൾ അതിന് മറുപടി കൊടുക്കുന്നു. പിന്നെ സിജോ എന്ന് പറയുന്ന വ്യക്തി ഏറിലായിരുന്നു. സിജോ പറഞ്ഞത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. സിജോ അതായത് ഈ ആനന്ദുവിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ പിതൃത്വത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിന് മാന്യമായിട്ടുള്ള മറുപടിയാണ് ഈ ആനന്ദ് കൊടുത്തത്. അത് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതല്ല, ഇവർ രണ്ടുകൂടെ ഒന്നിച്ചിരിക്കുകയാണ് ഗൈസ്, ഒന്നിച്ചിരിക്കുകയാണ്. അടയും പായസവും തമ്മിൽ ഒന്നിക്കുന്ന പോലെ തന്നെയാണ് ഇവർ തമ്മിൽ ഒന്നിച്ചത്. ഇപ്പോൾ ഇത് ആനന്ദുവിൻ്റെ വീട്ടിൽ പോയി ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ സിജോ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. സിജോയ്ക്ക് അറിയാം, അതോടൊപ്പം തന്നെ ആനന്ദുവിനും അറിയാം നല്ലപോലെ നിൽക്കാൻ. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ആനന്ദ് ചെയ്തിരിക്കുന്ന ചില ഗുലുമുലാലുകൾ ഈ പറയുന്ന സിജോ പറയുന്നുമുണ്ട്. എന്തായാലും ആനന്ദുവിൻ്റെ വീട്ടിൽ പോയി അവരുടെ വീട്ടുകാരെയൊക്കെ കണ്ടു, അനന്തുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്നുള്ളത് സിജോ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അനന്തു അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരോട് സംസാരിച്ച് ആ ഒരു വിഷയത്തെ അങ്ങ് രമ്യതപ്പെടുത്തി അവർ രണ്ടുകൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീഡിയോയും പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്നാൽ ഇതിൻ്റെ അകത്തൊരു ക്ലൈമാക്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ നമ്മൾ വീട്ടിലുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഈ വീഡിയോ എടുത്ത സമയത്ത് അനന്തുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷം അങ്ങോട്ട് കാണുന്നില്ല. അതെന്താണാവോ? എന്നാലും പിന്നെ അനന്ത് പറയുന്നുണ്ട്, അതെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. ഇതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം, ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായിന്ന് വാചകം വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ്. സിജോ, ഇതാ കുഴപ്പം. നിങ്ങളുടെ ഈ മൂച്ചിന് കയറി പറയുന്ന സംഭവങ്ങൾ മറ്റുള്ളവൻ്റെ എവിടെയെങ്കിലും കയറി കൊള്ളും, അതാണ് വിഷയം. ഈ മൂച്ചിന് കയറി പറയാതിരിക്കാമോ? കാര്യങ്ങളൊക്കെ അങ്ങ് ഈസിയാവും, അല്ല ക്ലിയർ ആവും, കാര്യങ്ങൾ നല്ല വെട്ടിപ്പായിട്ട് അങ്ങ് പോകും. ഈ മൂച്ചിന് കയറി പറയാൻ പോകുമ്പോഴാണ് പലതും വിഷയമാകുന്നത്. ഇപ്പം മൂച്ചൊക്കെ മാറിയതുകൊണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്, മാന്യമായിട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതുപോലെ അങ്ങ് തുടർന്നിരുന്നെങ്കിൽ സിജോ കൊള്ളാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറിക്കേറി അങ്ങ് ടോപ്പിൽ പോയി ചെന്നപ്പോഴാണ് ഈ ഒരു തോന്നൽ വന്നത്. സ്വാഭാവികം, കുറ്റം പറയുന്നില്ല. ഓക്കെ, ബാക്കി പറയൂ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതൊക്കെ സംസാരിച്ചു. മേ ബി അനന്ത് ഇപ്പോൾ അതിനെപ്പറ്റി പറയും. അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം. കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നിയേക്ക് വിളിച്ച് പറയുമായിരുന്നു അന്ന്. മേ ബി നമുക്ക് ലൈഫാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ടു, അനന്തുവിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തുവിനോടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഞാനത് തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. അനന്തുവിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എനിക്ക് സിജോയോട് ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. ഞാൻ ചുമ്മാ പറയുകയല്ല. കൊള്ളാം സിജോ, ഈ ഒരു കാണിച്ചത് അടിപൊളി. ഞാൻ ഈ സിജോയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ അടിപൊളിയാണ്. ഞാൻ പലപ്പോഴും സിജോ ബിഗ് ബോസിൽ പോയ സമയത്തും പറഞ്ഞു കപ്പടിക്കാൻ അർഹനാണ്, പക്ഷേ എങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കുറച്ച് നന്നാക്കിയാൽ നീ കപ്പടിക്കുമെന്ന് പറഞ്ഞു. എല്ലായിടത്തും പോയി നിന്റെ നാക്കെടുത്ത് ചുമ്മാ നീ വായിട്ട് വളവളാന്ന് അടിക്കും, അതിനൊട്ടും ഇല്ല. പക്ഷെങ്കിൽ നീ ഇപ്പോൾ ചെയ്ത കാര്യമുണ്ടല്ലോ, ഈ അനന്തുവിൻ്റെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞതും ഇപ്പോൾ വാക്കുകളിൽ ഉണ്ടാകുന്ന ആ ഒരു നല്ല ഒരു അതൊക്കെ സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പൊളിച്ചു. ഇനി അനന്ത് പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കാം. ഞാൻ പറയില്ല, പ്രശ്നമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക്, അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞങ്ങൾക്ക് തട്ടി പറയുന്നതാണ്, റിയലി സോറി. ഇനി എന്താ പറയാ, ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ പറയണമെന്നാണെങ്കിൽ പറയണമെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ അതിനും റെഡിയാണ്. അനന്ത് വീട്ടിലേക്കൊക്കെ വരും, ഞാൻ അനന്ത് വീട്ടിലേക്കൊക്കെ വരും. സോറി പറയണമെന്നല്ല, സൗഹൃദത്തിന്റെ പേരിൽ. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് അങ്ങനെ ഒന്നുമില്ല. നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത് അപ്പുറം ഒന്നുമില്ല. അത് ശരിയാ. ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ പറഞ്ഞതൊക്കെ ശരിയാണ്. റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോരോ വിഷയങ്ങൾ കണ്ടുപിടിക്കണം, അതിനനുസരിച്ച് അവർ റിയാക്ട് ചെയ്യണം. അത് അവരുടെ ഒരു തൊഴിലാണ്.
അതൊക്കെയാണ്. അതിനുവേണ്ടി കണ്ടെത്തി, അതിനുവേണ്ടി ഒരു കാരണം ഈ പറയുന്ന സിജോ പറഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ചു ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം പറഞ്ഞവർ കോംപ്രമൈസ് ആയിട്ടുണ്ട്. സിജോയുടെ വീട്ടിലേക്ക് പിന്നെ അനന്തു പോയി കാര്യങ്ങൾ കാണുകയോ അല്ലെ അവിടെ പോയി മാപ്പ് പറയുകയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളി, നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്തോ ആയാലും കൊള്ളാം. എന്തായാലും സംഗതി അങ്ങ് പൊളിച്ചു കത്തി. ഓക്കെ, സിജോ നമുക്കൊരു വീഡിയോ ചെയ്തു, നമ്മൾ തന്നെ റിയാക്ട് ചെയ്തു, വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനന്തിക്ക് ഇതായിട്ട് പറയണം. അനന്തു അത് മനസ്സിലായി പറഞ്ഞപ്പോൾ അനന്തു ചെയ്ത വീഡിയോ അനന്തു വീഡിയോയുടെ ഓരോ വീഡിയോസിന്റെയും അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അതിന്റെ വീഡിയോ കുറച്ച് ട്രിം ചെയ്തു. അപ്പൊ ട്രിം ചെയ്ത വേർഷനൊക്കെ നമ്മൾ അത് മാത്രമേ യൂട്യൂബിൽ അവൈലബിൾ ഉള്ളൂ. അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ അത് ഒത്തിരി ഹേർട്ടായി. അത് എനിക്കത് പറഞ്ഞു ഇപ്പോൾ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് പിരിയുന്നത്. അപ്പൊ ദേവി ഇത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളും എന്റെ കുറെ ഇഷ്യൂസ് പേഴ്സണൽ എന്ന് ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിന്റെ ഒരു വേദന എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. പെട്ടെന്ന് അതൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ എന്റെ വായിൽ അങ്ങനെ ഒരു മോശം പരാമർശം കൂടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ സിജോ, സീരിയസ്ലി എന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല. അല്ല, അതെനിക്ക് അറിയില്ല. അല്ല, മനസ്സിലായോ? ഞാനിപ്പോ അമ്മയെ അടുത്ത് പറഞ്ഞത് വന്നപ്പോ പറഞ്ഞു സിജു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തന്നെ അറിയാം. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ പേടി ഉണ്ടായിരുന്നു. അമ്മ ഏത് രീതിയിൽ ദേഷ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാണ്. കാരണം അനന്തിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെടില്ല. അമ്മ ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന അപ്പൊ ഞങ്ങള് ഇപ്പോ വന്ന് അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു, ഫാമിലിനൊക്കെ പരിചയപ്പെട്ടു. ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത്. ഉത്സവം കാണാൻ വേണ്ടി പറ്റി. എന്റെ ഉത്സവം കളാക്കി, അല്ല ഇനി ഉത്സവത്തിനൊക്കെ പൊക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരു പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഈ ഇവിടെ സിജോ പറയുന്നത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഈ പറയുന്ന അനന്തു കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അനന്തു ഈ ഇട്ടിരുന്ന വീഡിയോയിൽ മുമ്പ് സിജോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സിജോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് മാത്രമേ അതിൻ്റെ അത് കിടപ്പുള്ളൂ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. മിടുക്കനാണ് ഈ അനന്തു. നമുക്കൊന്നും ഈ ഒരു ബുദ്ധി ഇല്ലായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധി പറഞ്ഞു തന്നതിന് അനന്തുക്കുട്ടാ കൊള്ളാം കേട്ടോ. അടിപൊളി. സ്നേഹത്തിൽ ഞങ്ങൾ പിരിയുകയാണ് എന്നും ആ സ്നേഹം എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഇവർ പറഞ്ഞ് ഇവിടെ വെച്ചൊക്കെ പരിപാടിയൊക്കെ തീർത്തു. ഇങ്ങനെ വീട്ടിൽ വെച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ പറയുന്ന സിജോ കുട്ടൻ പിന്നെ പോയിരുന്ന് വണ്ടിയിലിരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെന്തിനാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. അവിടെ വെച്ച് ഈ വീഡിയോ പറഞ്ഞു തീർത്തു, കോംപ്രമൈസ് ആക്കി, എല്ലാം ലെവലാക്കിയല്ലോ. പിന്നെ എന്തിനാ എൻ്റെ പൊന്നു സിജോ വണ്ടിയെ കയറിയിരുന്ന പിന്നെ ഒരു അടിച്ചത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ആ ഒരു അടിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സിജോയ്ക്ക് പലപ്പോഴും പിൻബുദ്ധിയാണ്. അവിടെ വെച്ച് പറഞ്ഞു, എല്ലാം കോംപ്രമൈസ് ചെയ്തു, ആ വിഷയങ്ങൾ അവിടെ വെച്ച് തീർത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ വണ്ടിയല്ല നമ്മുടെ ഈ കാറെ കയറുമ്പോൾ എന്തുവാണെന്ന് അറിയത്തില്ല. നിങ്ങളെപ്പോലുള്ള ചിലർക്കൊക്കെ കാറെ കയറുമ്പോൾ ഒരു എക്സ്ട്രാ എനർജിയാണ്. അപ്പോൾ ആരൊക്കെങ്കിലും എന്തെങ്കിലും ഇട്ടൊന്ന് കൊട്ടിയില്ലെങ്കിൽ നല്ല ശരിയാവത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്. എന്തായാലും കാറെ കയറി പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് അനന്തിനിട്ടൊരു കുത്ത് എന്ന രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാലും കൊള്ളാം, നിങ്ങളത് കേട്ടു നോക്കും, മനസ്സിലാവും പെട്ടെന്ന്. മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവണമെന്നില്ല, കാരണം അവർക്ക് അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, കാരണം സാധാരണ പ്രേക്ഷകരാണല്ലോ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത്, അപ്പോൾ അവരുടെ അറിവിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. അനന്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൽ വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ, ബിഗ് ബോസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട ആവശ്യം എനിക്കില്ല. ബിഗ് ബോസ് ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സർജറി സമയത്ത് അനന്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എൻഗേജ്മെന്റിന്റെ അന്ന് മറ്റേ ഞാൻ ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കല്യാണ നിശ്ചയത്തിന്റെ അന്നാണ് ആ വീഡിയോ ചെയ്യുന്നത്. അനന്തു ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും 10 മിനിറ്റ് ലെങ്ത് ഉണ്ടാവും ഒരു വീഡിയോയ്ക്ക്. പിന്നീട് അനന്തു എനിക്ക് പറഞ്ഞ എക്സ്പ്ലനേഷൻ, സിജോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സിജോയുടെ തമ്പനയിലിനകത്ത് ആ വീഡിയോക്കകത്ത് സിജോയുടെ തമ്പനയിൽ ഫോട്ടോ ഉണ്ടാവും, ടൈറ്റിലിനകത്ത് സിജോയുടെ പേരുണ്ടാവും, ആ വീഡിയോക്കകത്ത് സിജോ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇനി ആരും കാണത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് 1 മിനിറ്റോ 2 മിനിറ്റോ ആക്കി മാറ്റും. 10 മിനിറ്റുള്ള വീഡിയോ അനന്തു 1 മിനിറ്റോ 2 മിനിറ്റോ ആകുമ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ മുഖം കാണിക്കുന്ന എൻ്റെ വീഡിയോസ് അവിടെ ഉണ്ടാവില്ല, എൻ്റെ പേരുണ്ടാവില്ല, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റും. ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ പിന്നീട് കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അനന്തു അധിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശപ്പെട്ട, ഞാൻ അനന്തിന് ഒന്നും പറഞ്ഞിട്ടില്ല ആ ദിവസങ്ങളിലൊന്നും. അനന്തിന്റെ പേര് എനിക്ക് എവിടെയും പറയേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. എനിക്ക് അനന്തിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് അനന്തു എന്നെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്നെയും എൻ്റെ ഫാമിലിനെയും, എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ലിനുവിൻ്റെ പപ്പയും മമ്മിയും അവരുടെ സഹോദരങ്ങളെല്ലാം, അതെല്ലാം എൻ്റെ ഫാമിലിയാണ്. ഇപ്പോൾ അല്ലേ എൻഗേജ്മെന്റിന്റെ ആ ദിവസമാണ് വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ സിജോ അവിടെ വെച്ച് ക്ഷമയൊക്കെ പറഞ്ഞു, അവരുടെ വീട്ടിൽ പോയി ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം സിജോ പോയിരുന്ന കാറിൽ ഇരുന്നു കൊണ്ട് പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് വേണ്ടായിരുന്നു സിജോ, അത് ഒരിക്കലും അത് ശരിയായിട്ട് തോന്നുന്നില്ല.
അത് എക്സ്പ്ലനേഷൻ പറഞ്ഞ് അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അത് പലർക്കും പല രീതിയിലാണ് അത് തോന്നുന്നത്. അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുമായാലും അടയും പായസവും ഒന്നായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് എന്താ ഇവിടെ നടപ്പാ കണ്ടന്റ്, അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ വിറ്റ് ഞങ്ങൾക്ക് കുറച്ച് അരിയും സാധനവും പച്ചക്കറിയൊക്കെ മേടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ലല്ലോ. എന്തുമായാലും സോറി പറഞ്ഞ് അത് രമ്യതപ്പെട്ടത് സന്തോഷമാണ് കേട്ടോ. കൊള്ളാം. എന്നാലും അനന്തുവിൻ്റെ കാഞ്ഞ് ബുദ്ധി ഉണ്ടല്ലോ അനന്തു, കൊള്ളാം. എന്തായാലും അടിപൊളിയാണ്. സിജോയും കൊള്ളാം, ഹാൻഡ്സം. ഇപ്പോൾ എനിക്ക് സിജോയോട് ഒരിഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി. എന്തായാലും എല്ലാം കൊള്ളാം. അനന്തുവിൻ്റെ വീട്ടുകാർക്കും സന്തോഷമായി, സിജോയുടെ വീട്ടുകാർക്കും അതിലേറെ സന്തോഷമായി. ഈ സംഭവം തന്നെ മറ്റേ ദിയാ കൃഷ്ണ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അത് ഇത്രമാത്രം വിഷയമൊന്നും ഉണ്ടാകത്തില്ല. അതിന് പകരം പോലീസുകാരെയൊക്കെ വീട്ടിൽ വിട്ട ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. ദിയാ കൃഷ്ണയ്ക്കൊക്കെ പിന്നെ വേറെ ലെവലല്ലേ അവരൊക്കെ ഇവിടുത്തെ അങ്ങ് പോലീസും പട്ടാളവും ഒക്കെ അവരുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമല്ലോ. ഇങ്ങനത്തെ ഒരു രമ്യതപ്പെടലൊന്നും അവർക്ക് പറഞ്ഞിട്ടില്ല. യൂട്യൂബേഴ്സ് ആകുമ്പോൾ അങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കും, പിന്നെ അവരങ്ങോട്ട് ഒന്നിക്കും. ഇതൊക്കെയാണ് സംഭവം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാകത്തുള്ളൂ. ഇപ്പം കണ്ടില്ലേ ഉപ്പും മുളകും, കുടുംബത്തോടായിട്ട് അട്ടി. ഒരു കുടുംബത്തിലെ അമ്മ ഒരു വീഡിയോ ഇടും, മകൾ ഒരു വീഡിയോ ഇടും, ഒരു മകൾ ഒരു സൈഡിൽ നിന്ന് വീഡിയോ ഇടും. അങ്ങനെ 3 പേര് 3 സൈഡിൽ നിന്നിട്ട് അങ്ങോട്ട് വഴക്ക് കുറച്ചില്ല, പരസ്പരം ചെളിവാരി എറിയാണ്. ചാണകം ഇവിടുന്ന് കുഴച്ചിട്ട് ഒറ്റ ഹെയറായി ഇവിടുന്ന് പറഞ്ഞ ഇങ്ങോട്ട് നിന്നെ ഞാൻ കാണിക്കൂടി, നിന്റെ ഭർത്താവിന്റെ തെളിവല്ല എൻ്റെ കയ്യിലുണ്ടെന്ന് മകള്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ അത് കാണാൻ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സംഭവത്തെ തൊടുന്നു പോലുമില്ല, അങ്ങോട്ട് നോക്കുന്നു പോലുമില്ല. ഇതുപോലത്തെ ഒരു ഫാമിലി എൻ്റെ ലൈഫ് ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്നാടാവുകയെ ഇത് സ്വന്തം വില കളയുക. മാതാവും പിതാവും മക്കളും ചേർന്ന് കുടുംബത്തെ മൊത്തത്തിൽ വലിച്ച് തേച്ച് ഓട്ടിച്ച് ഇപ്പോൾ ഉപ്പുമുളകും ഫാമിലി എന്ന് കേൾക്കുമ്പോൾ എന്നാണ് ആൾക്കാർ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. എന്തായാലും ഇവരുടെ ഈ ഒരു വിഷയം എടുത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ സിജോയും ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തും കൂടെ തമ്മിലൊരു വിഷയമായത്. ഇപ്പോൾ അവരതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് നമ്മളിവിടെ സുലാൻ. ഓക്കെ, എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും